മുകളിലുള്ളത് ബടിയേൻ്റെ ഉദാഹരണങ്ങളാണ്. ലഡ്കെ, പരിന്തെ, ഷേർ, മേസ്, സേബ്, പീർ. ഇനി സ്വരാക്ഷരങ്ങളുടെ എല്ലാ അക്ഷരങ്ങളുടെയും ഉദാഹരണം ഈ രൂപത്തിലാണ് വരിക. അലിഫ്, വാവ്, ബടിയെ, ചോട്ടിയെ രൂപത്തിൽ ആവർത്തിച്ച് വായിച്ച് മനസ്സിലാക്കുക. എഴുതാൻ പറ്റുന്നവർ എഴുതി പഠിക്കുക. ല, ലു, ലൗ, ലോ, ലേ, ലി. ഓക്കെ. വാവ് വന്നാൽ 3 ഉച്ചാരണം ഉണ്ടാവുമല്ലോ. ഓ, ഔ, ഉ. ഈ 3 ഉച്ചാരണം ഉണ്ടാവും. അപ്പോൾ ത, തോ, തേ, തി. ബ, ബോ, ബേ, ബി. റ, റോ, റേ, റി. അങ്ങനെ എല്ലാ അക്ഷരങ്ങളും ഇതുപോലെ വായിച്ച് മനസ്സിലാക്കുക. ഇതാണ് സ്വരാക്ഷരങ്ങൾ എന്ന് പറയുന്നത്. ഈ 4 അക്ഷരങ്ങൾക്കാണ് സ്വരാക്ഷരങ്ങൾ എന്ന് പറയുക. ഇനി ഇൻഷാ അല്ലാഹ് അടുത്തത് നമുക്ക് സ്വരചിഹ്നങ്ങളെ പറ്റിയിട്ടാണ് പഠിക്കാനും മനസ്സിലാക്കാനും ഉള്ളത്. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും കാണാം. പ്രതീക്ഷയോടെ ഉറുദു പഠനവുമായി ബന്ധപ്പെട്ട് എല്ലാവരും പറ്റുന്നവരൊക്കെ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഇതുപോലത്തെ നല്ല നല്ല ഒരു ഭാഷ പഠിക്കാനുള്ള ഉറുദുവുമായി ബന്ധപ്പെട്ട വീഡിയോസുകൾ ഇനിയും വരുന്നതാണ്. അസ്സലാമു അലൈക്കും.